ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. Hi, hello and good evening. Welcome to Red Carpet with RJ ഏലിക്കുട്ടി. ഇപ്പോൾ നമ്മൾ സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ എടുക്കുകയാണെങ്കിൽ തിയേറ്ററുകൾ ഇതാ ഇങ്ങനെ മാസ്മരികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ലോക മൂവിയിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ കഥാപാത്രമാണ്. ആൻഡ് ആ കഥാപാത്രത്തിന്റെ കുഞ്ഞു വേർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയും നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. യെസ്, ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ളത് ലോക മൂവിയിലെ കുട്ടി നീലി ദുർഗാസി വിനോദാണ്. ദുർഗക്കുട്ടി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇപ്പൊ നന്നായിട്ട് പോണു. ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ. എന്നിട്ട് അവരെന്താണ് അഭിപ്രായമൊക്കെ പറഞ്ഞത്? അവര് സൂപ്പർ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞത് കരഞ്ഞു എന്നൊക്കെയാണ് പറയണത്. പിന്നെ സ്കൂളിൽ നിന്ന് ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ, സ്കൂളില് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു അല്ലേ? ചെയ്തു. അടിപൊളി. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ ലോക മൂവി സെറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? അത് അച്ഛന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആഷ്ലി അങ്കിളാണ്. അങ്കിള് കാസ്റ്റിംഗിലുള്ളതാണ്. അപ്പോ ആഷ്ലി അങ്കിള് പറഞ്ഞു എന്റെ മാർഷൽ ആർട്സിന്റെ വീഡിയോ വെച്ചിട്ടാൻ പറഞ്ഞു. അപ്പൊ ഞാനും എനിക്കൊരു ചേട്ടനുണ്ട്, ചേട്ടനും കൂടി ചെയ്യണ ഫൈറ്റിന്റെ വീഡിയോ വെച്ചു കൊടുത്തു. അപ്പൊ ആഷ്ലി അങ്കിൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കാസ്റ്റിംഗില് ഉള്ള ഒരു വിവേക് എന്ന് പറഞ്ഞ ഒരു അങ്കിളുണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരും നോക്കിയപ്പോ അവർക്ക് ഇഷ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓഡീഷൻ പോലെ നടത്തി. അപ്പൊ ആക്ടിങ്ങും ഫൈറ്റും ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോ എന്നെ എനിക്കെടുത്തു. ഓക്കെ, അപ്പം ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു ലോക മൂവിയിലേക്ക് ചെല്ലുന്നത്? അല്ലല്ല, എനിക്ക് ആദ്യം ശരിക്കും എന്റെ കഥ അറിയണ്ടായിരുന്നില്ലേ, പിന്നെയാണ് മനസ്സിലായത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. പ്രേത ഫിലിമും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ പ്രേതം ഉണ്ട്, അതിന്റെ ഒപ്പം ഫൈറ്റും ഉണ്ട് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് റോപ്പും ഒക്കെ 10-20 അടി മോളിക്ക് കൊണ്ടുപോകും. അപ്പൊ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇതിലേ ചേർന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഫൈറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, അപ്പം ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ടിംഗ് സെറ്റില് എല്ലാവരും നല്ല ഹെൽപ്പിങ്ങും നല്ല കെയറിംഗ് ആയിരുന്നു. അതില് ഡോമും ഡയറക്ടർ ഡോമ്, അതേപോലെ തന്നെ ശാന്തി ചേച്ചി, കല്യാൺ ചേച്ചി, പിന്നെ ആർട്ടിന്റെ കോസ്റ്റ്യൂം, മേക്കപ്പ്, അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. ഡോം എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ വിവരിച്ചു തന്നിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് അത് എന്നോടായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അച്ഛനോടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എന്റെ ഭാഗം മാത്രമാണ് ആ സമയത്ത് ഡോം എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം, എനിക്കൊരു ഫ്രീഡം തരും, ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു തരുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള പോലെ അഭിനയിക്കാം. അതിന് തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരും. എനിക്ക് ഡോം എല്ലാ ഫ്രീഡം തന്നേക്കാണ്. മോളുടെ ആ ഫൈറ്റ് ഒക്കെ നടക്കുന്ന ഷൂട്ട് ചെയ്യുന്നത് ഒരു കാടിന്റെ ഉള്ളിലാണല്ലോ. അപ്പം എല്ലാവരുടെയും ഇന്റർവ്യൂസിലൊക്കെ ആ ഒരു കാടിന്റെ ഭംഗിയെ പറ്റി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരുന്നു, അപ്പൊ അതിന്റെ ഉള്ളിൽ ഭയങ്കര രസമായിരുന്നു, വേറൊരു വേൾഡിൽ ചെന്ന പോലെ ആയിരുന്നു എന്നൊക്കെ. അപ്പം മോൾക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, ആ ഒരു കാടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ പറയണ അവിടെ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് വല്ല അസുഖമൊക്കെ വന്നേനെ, അവിടുത്തെ ക്ലൈമറ്റ് ഹെൽപ്പ് ചെയ്തു. പിന്നെ നല്ല ഇപ്പൊ നല്ലോണം ചൂടുമല്ല നല്ലോണം തണുപ്പില്ല, രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ. പിന്നെ അതിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ വേറൊരു വേൾഡിലേക്ക് കിടന്ന പോലെയാണ്. ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും നമ്മുടെ അറൌണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ പിന്നെ അത് ഓൺ സ്ക്രീൻ കാണുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ മോൾക്ക് ഓൺ സ്ക്രീൻ ഈ ഒരു മൂവി കണ്ടപ്പം ഞെട്ടല് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു? അങ്ങനെ ശരിക്കും ഇതിലെ കല്യാൺ ചേച്ചിയുടെ ഭാഗമല്ല, ഞാൻ ടോമിനോങ്കള് പോലും ഉണ്ടോന്നൊക്കെ അറിയണ്ടായിരുന്നില്ല, അതുപോലെ ഡീറ്റോങ്കളൊന്നും ഉണ്ടായിരുന്നൊക്കെ അറിയണ്ടായിരുന്നില്ലേ. കല്യാണ ചേച്ചി ഉണ്ടെന്ന് അറിയാം, പക്ഷെ കല്യാണ ചേച്ചി ഇത്ര അധികം ഫൈറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോഴാണ് ഞാൻ മൊത്തം ഞെട്ടിപ്പോയത്. ഇങ്ങനെ ചാടുമ്പോഴൊക്കെ അതിന്റെ ഒപ്പം ഓരോ മാജിക് പോലെ ഇങ്ങനെ ഒരു മായം പോലെ പോണ പോലെയൊക്കെ കണ്ടപ്പോ
അതേപോലെ തന്നെ ഞാനും പട്ടിക്കുട്ടിയായിട്ട് നിക്കണ ഭാഗത്ത് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത്രയധികം താഴ്ച ഉണ്ടായിരുന്നില്ല, ചെറിയൊരു താഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ ആ ഗുഹയുടെ ഉള്ളിലുണ്ടായിരുന്ന ഷൂട്ടിംഗ് ഒക്കെയോ? ഗുഹ സെറ്റല്ല, പക്ഷെ അത് റിയൽ ആയിട്ടുള്ള ഗുഹയാണ്. അതിന്റെ ഉള്ളിക്ക് ഇനിയും ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അതിൽ ഞങ്ങള് കുറച്ച് വരെ പോയിട്ടുള്ളൂ. അതും ഇതേപോലെ നല്ല രസമായിട്ട്, ഇത് ശരിക്കും ഈ ഒരു ഷൂട്ട് ഒരു ട്രിപ്പ് പോലെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു അല്ലേ? അതെ അതെ. ഇതിന്റെ ഇടയിൽ എപ്പോഴും ഒരു ഇഞ്ചുറി പറ്റിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് എനിക്ക് കുന്തത്തുമ്മ ചവിട്ടി കയറി കുത്തണ സീനുണ്ടായിരുന്നു. അതില് ആദ്യത്തെ ഷോട്ട് ചെയ്തു, അപ്പൊ ചെറിയൊരു ക്യാമറ ഒന്ന് ബ്ലറായി. അപ്പൊ രണ്ടാമത്തെ ഷോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കുന്തത്തുമ്മ ചവിട്ടി സ്ലിപ്പായി, എന്നിട്ട് മുട്ടിന്റെ ജോയിന്റുമ്മ പോയി ഇടിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു നമുക്ക് മാറ്റി വെക്കാം, ഹോസ്പിറ്റലിൽ പോവാം. അപ്പൊ എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് റെസ്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ പതുക്കെ വെള്ളം ഒഴിച്ച്, അച്ഛൻ ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണതാണ്. പിന്നെ അച്ഛൻ 2 മാസം കൂടിയാണ്. എന്നിട്ട് അച്ഛൻ പതുക്കെ വെള്ളം വെച്ചിട്ട് പതുക്കെ ഹീൽ തന്നു. നീരുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ അവിടെ ജസ്റ്റ് ഒന്ന് നടത്തിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇവര് ചെലവാക്കണ ഓരോ മിനിറ്റും ലക്ഷങ്ങളാണ് പോണത്. അപ്പൊ ദുർഗയ്ക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തോളാം, ഞാന് നിർബന്ധിക്കണില്ല, പറ്റുകയാണെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ കൂടി ഈ ഒരു സീനോട് മാത്രമുള്ള എന്റെ അത് കംപ്ലീറ്റ് ആവാൻ, പിന്നെ വേറെ ദിവസമാണ് ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ആ ഭാഗം ചെയ്തു. ആ ഒരു ഭാഗമാണ് ഇപ്പൊ തിയേറ്ററിൽ കാണുന്നത്. മോൾക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് ആ ഫൈറ്റ് സീനിലൊക്കെ ചെയ്യുമ്പോ ഉണ്ടായിരുന്ന ഒരു സീൻ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഏതായിരുന്നു? എനിക്കങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാതും നല്ല ഈസി ആയിരുന്നു. ഒരെണ്ണം പോലും ഹാർഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇനി അവരുടെ സെറ്റിൽ ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് കുറെ എണ്ണം എനിക്ക് നന്നായിട്ട് ഹാർഡായിട്ട് തോന്നിയാണ്. ഞാൻ റോപ്പിൽ ആദ്യമായിട്ടല്ല കയറുന്നത്. ഇവിടെ വീട്ടില് ട്രെയിനിങ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇവിടെ വീട്ടില് തന്നെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എത്രാമത്തെ പ്രായം തൊട്ടായിരുന്നു? 3 വയസ്സ് തൊട്ടാണ് ഇതിന്റെ പ്രാക്ടീസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ജേർണി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാവോ? ഞാന് 3 വയസ്സ് തൊട്ടിട്ടാണ് ഇത് തുടങ്ങി, മാർഷൽ ആർട്സ് തുടങ്ങിയത്. 3 വയസ്സില് ഫസ്റ്റ് ഓഡിയോ ലോഞ്ചിങ് ബാഹുബലി 2 സ്റ്റേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു തവണ ചെയ്ത് ഫസ്റ്റ് കിട്ടി അവസാനം സ്പെയിന് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്പെയിനിലേക്ക് പോവാറുണ്ട്. അപ്പൊ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഇതേപോലെ മത്സരങ്ങൾക്ക് പോവാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ അച്ഛനാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അച്ഛനാണ് ഗുരു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? കരാട്ടെ, കുംഫു, അങ്ങനെ എനിക്ക് കരാട്ടെ, കുംഫു, തായ്ക്കൊണ്ട അങ്ങനെ എല്ലാതും മൊത്തം അറിയില്ല. അതിന് കുറച്ചീശെ പഠിച്ച് വരുന്നു. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് പഠിക്കാറുണ്ട്. ഇതിലപ്പം എല്ലാത്തിന്റെയും ടെക്നിക്സ് ഒക്കെ സെയിം ആണ്? അതും പലതും വ്യത്യാസപ്പെട്ടിട്ടുള്ളിരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് അത് പഠിക്കാൻ? എല്ലാം നമുക്ക് ഈസിലി വഴങ്ങി വരുന്നതാണോ? ചിലതൊക്കെ ഹാർഡ് ഉണ്ടായിരുന്നു, എന്നാലും അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുത്തു. ചേട്ടന്റെ കൂടെയാണോ എപ്പോഴും എല്ലാം പ്രാക്ടീസ് നടത്താറ്? അതെ. ഇവിടെ ചേട്ടന്റെ ഒപ്പം അതേപോലെ തന്നെ ഇവിടെ കളരിക്ക് കുട്ടികള് പഠിക്കാൻ വരാറുണ്ട്. അപ്പൊ അവരിപ്പോ ശനി ഞായറും ഇവിടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഈ മാർഷൽ ആർട്സിൽ ഇപ്പം ഇത്രയും നാൾ ചെയ്തതിലൊക്കെ ഏറ്റവും കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കളരിയാണ്. എനിക്ക് വയ്യ. അപ്പൊ കളരി ആരൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ? ഉണ്ട്. ഞാന് അമ്മമാർക്കും ഇവിടെ അമ്മമാരൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. അമ്മമാർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളി, എന്റെ പൊന്നോ. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്യുകയാണ്. ഇപ്പം നമ്മള് ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മോൾക്ക് അപ്രിസിയേഷൻസ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടാവില്ലേ? ഒരുപാട് ഇപ്പം വലിയ സ്റ്റാറുകൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആയിട്ടും കോളുകളായിട്ടും അപ്രിസിയേഷൻ ഒക്കെ അറിയിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടാവാം, മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം. ഇതിൽ ആരുടെയാണ് ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ ആയിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്? അത് DQ ചേട്ടന്റെയും അതേപോലെ കല്യാൺ ചേച്ചിയാണ്
കുറച്ചുപേരൊക്കെ എനിക്ക് മെമ്മറിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയും ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സും ഒക്കെ മോളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ട് മെസ്സേജ് അയക്കട്ടെ. അപ്പം ഈ ഒരു സെറ്റിൽ നമുക്കറിയാം, മോള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടെന്നൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്നുള്ളത്. പക്ഷെ ഇൻ റിയൽ സെറ്റിൽ വെച്ച് ഇവരെ ആരെങ്കിലും ഒക്കെ റിയൽ ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നോ? എല്ലാരും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കല്യാൺ ചേച്ചിനെ കണ്ടു, നസ്ലിൻ ചേട്ടനെ കണ്ടു, ചന്തു ചേട്ടനെ, അരുൺ ചേട്ടനെ, പിന്നെ ശാന്തി ചേച്ചി, അവരൊക്കെ കണ്ടു. ടോവിനോ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരൊക്കെ നേരിട്ട് കണ്ടപ്പോ എന്താ പറഞ്ഞ? ടോവിനോ ചേട്ടൻ പറഞ്ഞു സൂപ്പർ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കണ്ടപ്പോ മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് ഇത് ചന്ദ്രയുടെ കുട്ടിക്കാലല്ലേ മനസ്സിലായത്. അച്ഛനാണ് ബാലപാഠങ്ങൾ, മാർഷ്യൽ ആർട്സിന്റെ ബാലപാഠങ്ങൾ ദുർഗക്കുട്ടിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്തൊക്കെ ടിപ്സ് ആണ് ഈ ഒരു ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ? അച്ഛൻ കുറെ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇമോഷണൽ സീന്റെ ഇടയിൽ എങ്ങനെ ഫൈറ്റ് ചെയ്യണം, ദേഷ്യത്തിൽ എങ്ങനെ ഫൈറ്റ് ചെയ്യണം, അതുപോലെ ഇപ്പൊ ക്യാമറ ഇവിടെ എങ്ങോട്ട് ലുക്ക് കൊടുക്കണം ദേഷ്യത്തില്, അങ്ങനെ കുറെ ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒപ്പം തന്നെ മാർഷൽ ആർട്സ് ട്രെയിനിങ്ങും തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു മോസ്റ്റ് ഫണ്ണി മെമ്മറി എന്താ ഉള്ളത്? സെറ്റ് അതില് എടുത്തു വെക്കാൻ ആ സിനിമ പുറത്ത് എടുത്തു വെക്കാൻ പറ്റും. ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് ഉണ്ടോ? അത് പട്ടിക്കുട്ടിയുടെ ഒപ്പം തന്നെ. അതിലേക്കായിരുന്നു ഞാൻ വരാനായിട്ട് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പട്ടിക്കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഷൂട്ട്? ആ ഓടുന്ന സീനാണ് നമ്മളെ ട്രെയിലറിൽ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലാണ് നമ്മളെല്ലാവരും എന്താണ് ഇപ്പോൾ ഈ ഒരു സീൻ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവിടെ തൊട്ടേ നമുക്ക് എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓടുന്ന സീനൊക്കെ എടുത്തപ്പോ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അത് ആദ്യം എനിക്ക് പട്ടിക്കുട്ടിയെ വളരെയധികം പേടിയായിരുന്നു. അപ്പൊ രാജീവ് എന്ന് പറഞ്ഞൊരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളും അങ്കിളുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ഇത് ട്രെയിനേഡ് ആയിട്ടുള്ള പട്ടിക്കുട്ടികളാണ്. ആ പട്ടിക്കുട്ടിയുടെ പേര് മണി എന്നാണ്. എന്നെ ഇതുവരെയായിട്ട് ഒരു അപകടവും വരുത്തിയിട്ടില്ല. എന്നെ നല്ല കത്തിയുടെ ഒന്നും ചെയ്തിട്ടില്ല. അത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പട്ടിക്കുട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ ആ പട്ടിക്കുട്ടിയുടെ കൂടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ പോവാൻ പറ്റി, ഷൂട്ടൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയല്ലേ? പറ്റി. ഇപ്പൊ അതുപോലെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ട്, അതിന്റെ കൂടെ മാർഷൽ ആർട്സിന്റെ പ്രാക്ടീസിങ് നടക്കുന്നുണ്ട്, ട്രെയിനിങ് നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ ചെറിയ അഭിനയമൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കുട്ടി പ്രായത്തില് എങ്ങനെയാ മാനേജ് ചെയ്യുന്നേ? അതെന്ന് പറയാൻ മുന്നേ തൊട്ട് ഞാന് കളരി പഠിച്ചോണ്ട് ആദ്യം എനിക്ക് കളരിയോട് മാർഷൽ ആർട്സിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ കണ്ടപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററാണ്, കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അച്ഛൻ പണ്ട് തൊട്ടിട്ട് ഡ്യൂപ്പ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പൊ അവസാനമായിട്ട് ചെയ്തത് രാവണന്റെ വിക്രമങ്ങളുടെ ഡ്യൂപ്പായിട്ടാണ്. അതുപോലെ ജയ്ജയ്ഹില് ദർശന ചേച്ചിക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതില് സ്റ്റണ്ട് മാസ്റ്ററായിട്ട് അച്ഛനും പോലീസ് മാസ്റ്ററും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സ്ത്രീയിലെ മൈക്ക് മാസ്റ്ററും അച്ഛനും കൂടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ്റെ ഒരുപാട് ഇൻസൈറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ മോക്ക് ഈ ഒരു മൂവിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? അച്ഛൻ മാത്രല്ല അമ്മയുടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ എന്റെ ഫാമിലിയിലും മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫാമിലി മൊത്തം മാർഷൽ ആർട്സിന്റെയാണ്, മാർഷൽ ആർട്സ് ട്രീറ്റ്മെന്റ് ഒക്കെ. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു മോക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അതൊരു 10-20 ദിവസത്തിനുണ്ടാവും. ഒരു 10-15, അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഒരു എന്തായാലും 10-20 ദിവസമൊക്കെ എടുത്തുണ്ട്. ഓക്കെ, ഈ ഒരു ഷൂട്ടിന് പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ പറഞ്ഞിട്ടാണോ പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഷൂട്ടിന് പോവാണെന്നൊക്കെ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറയാതെ തന്നെ പോവാൻ പറ്റില്ലല്ലോ. അതെ, അത് കഴിഞ്ഞിട്ട് അപ്പം റിവീൽ ചെയ്യാതിരുന്നോ, സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കായിരുന്നോ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ആണ് ചെയ്തിട്ടുണ്ടത്, അതിലും ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആരോടും പറയാതെ മിണ്ടാതിരിക്കായിരുന്നോ? ഞാൻ ആ കൂടി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതില് എനിക്ക് കുറച്ച് വലിയൊരു ക്യാരക്ടറാ കിട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടിപൊളി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവിയൊക്കെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ പോയി കണ്ടിട്ട് വന്നിട്ട് എന്താ പറഞ്ഞത്? അവര് ശരിക്കും കരഞ്ഞു പോയി എന്നാണ് അവര് പറഞ്ഞത്. എന്റെ മറ്റേ കുന്തം കുത്തിയപ്പോ ശരിക്കും കരഞ്ഞു പോയി. പിന്നെ അവിടുന്ന് എണീറ്റപ്പോൾ ആ കുന്തം വലിച്ചെടുത്ത് എണീറ്റപ്പോഴാണ് ആശ്വാസമായിരുന്നു അവർക്ക്. അശ്ശോടാ, ആക്ടിംഗ് ഒക്കെ ഇങ്ങനെ വന്നു. ഇത്രയും വലിയൊരു മൂവിയിലാണ് ആദ്യമേ തന്നെ ഇത്രയും എല്ലാവരുടെയും ഒരു റെക്കഗ്നൈസേഷൻ ഒക്കെ ദുർഗക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം തുടർന്നും ആക്ടിങ്ങിലേക്ക് തന്നെയാണോ ഇഷ്ടം, അതോ സ്റ്റണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ? ഏതാണ് ഇതിൽ രണ്ടും വെച്ച് ചോദിക്കുവാണെങ്കിൽ കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് ആണ് ഇഷ്ടം. അതിന്റെ ഇപ്പൊ ഒരു പ്രേതത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ഇഷ്ടമായി.
ഓ, കൂടുതൽ ഇഷ്ടമായി. അപ്പം ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നീലി എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദുർഗക്കുട്ടിയുടെ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ആരെയാണ് പറയാ? എന്റെ ലൈഫിലെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഒരു സൂപ്പർ പവർ കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പവർ കിട്ടണം എന്നാണ്? അതെനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവർ. ആ സിനിമയിലൊക്കെ മറ്റേ പറന്നു പോയി അടിക്കുന്ന അതേ ആ ഒരു പവർ ശരിക്കും കിട്ടണം അല്ലേ, റോപ്പിന്റെ സഹായം ഇല്ലാതെ. അടിപൊളി. അപ്പൊ എന്തായാലും ഒരിക്കൽ ആ ഒരു പവർ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ചെറിയ ഫൺ ഗെയിമിലേക്ക് പോവാണ്. റാപ്പിഡ് ഫയർ ആണ് സംഭവം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി 2 കാര്യങ്ങൾ പറയും. അതിൽ മോൾക്ക് ഫസ്റ്റ് മനസ്സിൽ അല്ലെങ്കിൽ മോൾക്ക് ഫസ്റ്റ് ഇഷ്ടമുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം? ചോക്ലേറ്റ്. സ്കൂൾ ഡേയ്സ് ഓർ ഷൂട്ടിംഗ് ഡേയ്സ്? ഷൂട്ടിംഗ് ഡേ. ഓക്കെ, അപ്പൊ ടീച്ചർ കേൾക്കണ്ട കേട്ടോ അത് പറയുന്നത് ഷൂട്ടിംഗ് ഡേയ്സ് ആണ് ഇഷ്ടം എന്നുള്ളത്. ഓക്കെ, ഫേവറേറ്റ് മലയാളം ആക്ടർ ഓർ ആക്ട്രസ്? ഒരാളുടെ പേരേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. മമ്മൂക്ക. 1 word your friends use to describe you? ഇപ്പോ കൂട്ടുകാരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരൊറ്റ വാക്കിൽ എന്താ പറയാറുള്ളത്? നീലി. നീലി എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെയും മലയാളികളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടി നീലിയായി മാറിയിരിക്കുകയാണ് ദുർഗക്കുട്ടി. ഈ ഹാരി പോട്ടറിന്റെ കയ്യിലൊക്കെ ഒരു മാജിക് വാൻഡ് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ അവര് മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കറക്കിയിട്ട് ഒരു കാര്യം ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു മാജിക് വാൻഡ് ദുർഗക്കുട്ടിയുടെ കൈ കിട്ടിയാ ആദ്യം എന്തായിരിക്കും ചെയ്യാനായിട്ട് പോവാ? എന്തൊരു മാറ്റം വരുത്താനായിരിക്കും പോവാ? ആദ്യം ആരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും അപകടത്തിൽ പെട്ട് കിടക്കണെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കാൻ പോകും. യെസ്. അപ്പൊ ചന്ദ്ര അതിനകത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യും. ബാഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തള്ളിക്കളയെന്ന് പറയുന്നത് പോലെ ആരാണ് അപകടത്തിലുള്ളത് അവരെ നമ്മൾ ആദ്യം സംരക്ഷിക്കാനായിട്ട് പോവല്ലേ? യെസ്. അപ്പൊ കുട്ടി നീലി റിയൽ ലൈഫിലും ഒരു ഗുഡ് നീലി തന്നെയാണ് എന്നാണ് ഇപ്പൊ നമ്മുടെ ദുർഗക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ദുർഗക്കുട്ടി. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ലൊക്കേഷനിലെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മോള് ഇനിയും ഒരുപാട് അടിപൊളി മൂവീസിലൂടെ നമ്മുടെ എല്ലാവരെയും ഞെട്ടിക്കാനായിട്ട് ഇനിയും വരാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.